വെൽക്കം ടു ക്യൂബിറ്റ് അക്കാഡമി. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 31/8/2024 മുതൽ 6/9/2024 വരെയുള്ള എന്താണ് കറണ്ട് അഫെയർസാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യത്തെ ന്യൂസിലേക്ക് പോകാം. എന്താണ് ആദ്യത്തെ ന്യൂസ്? കൊളോണിയലിസം. ഓക്കെ, എന്താണ് ഇത് ന്യൂസായി വരാനുള്ള കാരണം? എന്താണ്? റീസെൻ്റ്ലി ദ ന്യൂസിലാൻഡ് മറോയ് കിങ് കിലിംഗി ടുഹെൻഡ പുട്ടാറ്റ്യു ടി ഒഹൻഡോ 7 died days after the celebration of his 18th year of the throne. ഓക്കെ, ഇതുമായി ബന്ധപ്പെട്ടാണ് എന്ത് കൊളോണിയലിസം ന്യൂസിൽ വന്നിട്ടുണ്ട്. എന്താണ് ഈ കൊളോണിയലിസം എന്നതുകൊണ്ട് നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? കൊളോണിയലിസത്തെ അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാൻ പറ്റും? കൊളോണിയലിസം ഈസ് ഡിഫൈൻഡ് ആസ് കൺട്രോൾഡ് ബൈ വൺ പവർ ഓവർ ഡിപ്പെൻഡൻറ്റ് ഏരിയ ഓർ പീപ്പിൾ. ഒരു പ്രത്യേക ഏരിയയെ അല്ലെങ്കിൽ കുറച്ച് ആളുകളെ എന്ത് ചെയ്യുന്നു, ഒരു വ്യക്തി അല്ലെങ്കിൽ എന്താണ് ഒരു പവർ കൺട്രോൾ ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? കൊളോണിയലിസം എന്നുള്ള പേരിൽ എന്താണ് വിളിക്കുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് കാണാൻ പറ്റുക. ആൻഡ് ഇറ്റ് ഓക്കേഴ്സ് വെൻ വൺ നാഷൻ സബ്ജുഡിക്കേറ്റ് അനദർ, കോൺകറിങ് ഇറ്റ്സ് പോപ്പുലേഷൻ ആൻഡ് എക്സ്പ്ലോട്ടിംഗ് ഇറ്റ് ഓഫ്റ്റൻ വൈൽ ഫോഴ്സിങ് ഇറ്റ്സ് ഓൺ ലാംഗ്വേജ് ആൻഡ് കൾച്ചറൽ വാല്യൂസ് അപ്പോൺ ഇറ്റ്സ് പീപ്പിൾ. ഇപ്പോൾ ഉദാഹരണമായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ നമുക്കറിയാം ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാജ്യം അല്ലേ. ഇപ്പോൾ നമ്മൾ ഇന്ത്യയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ കുറച്ച് കാലം മുമ്പ്, അതായത് നമുക്ക് 1947 മാത്രമാണ് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നത്. ഈ 1947 സ്വാതന്ത്ര്യം കിട്ടുന്ന മുമ്പ് ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യം പൂർണ്ണമായിട്ടും ആരുടെ അണ്ടറിലായിരുന്നു? UK അഥവാ ബ്രിട്ടൻ്റെ അണ്ടറിലായിരുന്നു അല്ലേ. അതായത് എന്ത് ചെയ്തു, നമ്മുടെ കൾച്ചറൽ വാല്യൂസ് അല്ലെങ്കിൽ നമ്മുടെ ലാൻഡ് ഏരിയാസ് എല്ലാം ആരുടെ അണ്ടറിലായിരുന്നു? UK അണ്ടറിലായിരുന്നു. നമ്മളെ ഭരിച്ചിരുന്ന ആരായിരുന്നു? UK ആയിരുന്നു അല്ലേ. ആ ഒരു കൺസെപ്റ്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? കൊളോണിയലിസം എന്നുള്ള പേരിൽ എന്താണ് വിശേഷിപ്പിക്കുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് കാണാൻ പറ്റുക. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഇന്ത്യയും ഒരു കാലത്ത് എന്തായിരുന്നു? ഒരു കൊളോണിയൽ സ്റ്റേറ്റ് ആയിരുന്നു. ബൈ 1940 എ ലാർജർ മെജോറിറ്റി ഓഫ് ദ വേൾഡ്സ് നാഷൻ ഹാഡ് ബീൻ കൊളോണിയലൈസ്ഡ് ബൈ യൂറോപ്യൻസ് അറ്റ് ദ സെയിം പോയിന്റ്. പ്രൊമിനൻറ്റ് കൊളോണിയലിസ്റ്റ് വർ പോർച്ചുഗൽ, അവരൊരു കൊളോണിയലിസ്റ്റ് ആയിരുന്നു. സ്പെയിൻ, ഇംഗ്ലണ്ട്, ദ നെതർലാൻഡ്സ്, ഫ്രാൻസ് ആൻഡ് ജർമ്മനി, ഇവരൊക്കെ എന്താണ് കൊളോണിയലിസ്റ്റുകളായിരുന്നു. അതായത് ഇവരാണ് എന്ത് ചെയ്തിരുന്നത്? മറ്റ് രാജ്യങ്ങളിൽ പോയിട്ട് അവരുടെ കോളനികൾ എന്താണ് രൂപീകരിച്ചിരുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് കാണാൻ പറ്റുക. ഈവൻ ഫോർമർ കോളനീസ് ഇവൻച്വലി ബിക്കം കൊളോണിയലിസ്റ്റ് ദംസെൽസ്. ഫോർ എക്സാമ്പിൾ ദ US വിച്ച് വാസ് ഹെൽഡ് ബൈ ദ ഗ്രേറ്റ് ബ്രിട്ടൻ ആണ്, ആൻഡ് എക്സ്റ്റെൻഡ് ഇറ്റ് ടെറിട്ടറി ടു ഷോർട്ട്ലി ആഫ്റ്റർ വിന്നിംഗ് ദ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് ആൻഡ് ലേറ്റർ എക്സ്പാൻഡഡ് ഇറ്റ്സ് ക്ലെയിംസ് ടു ദി പസഫിക് ആൻഡ് ലാറ്റിൻ അമേരിക്ക എന്നുള്ളതാണ്. ആൻഡ് ഇന്ത്യ വാസ് കൊളോണിയലൈസ്ഡ് ബൈ ബ്രിട്ടീഷ് എംപയർ ഫോർ ഓവർ 200 ഇയേഴ്സ് അല്ലെ. ഏകദേശം ഇന്ത്യ എന്താണ് 200ഓളം വർഷങ്ങൾ എന്ത് ചെയ്തിരുന്നു? ബ്രിട്ടൻ അവരുടെ കോളനിയാക്കി വെച്ചിരുന്നു. ദ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സപ്പോർട്ടഡ് ബൈ ദ ബ്രിട്ടീഷ് ക്രൗൺ ഗ്രാജുവലി കോൺകേർഡ് മച്ച് ഓഫ് ഇന്ത്യ ത്രൂ ഔട്ട് ദ 18th സെഞ്ച്വറി എന്നുള്ളതൊക്കെ ഇതിൻ്റെ പ്രത്യേകതയാണ്. അപ്പോൾ ഓക്കെ, അപ്പോൾ അത്തരം കൺസെപ്റ്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? കൊളോണിയലിസം എന്നുള്ള പേരിൽ എന്താണ് വിശേഷിപ്പിക്കുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക, കാണാൻ പറ്റുക. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് കറണ്ട് അഫെയർ എന്താണ്? സോളിഡ് വേസ്റ്റ് മാനേജ്മെൻറ്റ് റൂൾ 2016 ആണ്. എന്താണ് ന്യൂസ്? റീസെൻ്റ്ലി ദ നാഷണൽ ഗ്രീൻ ട്രൈബ്യൂണൽ NGT ഹാസ് ഇമ്പോസ്ഡ് എ പെനാൽറ്റി ഓഫ് ₹1,000 crore on Punjab government for its failure to manage solid and liquid waste in the state despite multiple warnings. The amount is to be deposited with the Central Pollution Control Board within 1 month. Okay, അപ്പോൾ നമുക്ക് നോക്കി നോക്കാം എന്താണ് ന്യൂസ്. സോളിഡ് വേസ്റ്റ് മാനേജ്മെൻറ്റ് റൂൾ 2016 എന്ന് പറയുന്നത്, ദീസ് റൂൾസ് റീപ്ലേസ്ഡ് ദ മുനിസിപ്പൽ സോളിഡ് വേസ്റ്റ് മാനേജ്മെൻറ്റ് ആൻഡ് hunting rules 2000 and focused on segregation of waste at source, responsibility on the manufacturer to dispose of sanctuary and packaging waste, user fees for the collection, disposal and processing from the bulk generator ആണ്. ഇതിൻ്റെ കീ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് പറയുന്നത്? റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ജനറേഷൻസ് have been introduced to segregate waste into the 3 streams: wet, ബയോഡിഗ്രേഡബിൾ. നമുക്കതിനെ പല രീതിയിൽ തരംതിരിക്കാം. എന്താണ്? ബയോഡിഗ്രേഡബിൾ ആകാം, വെറ്റാണ്. അതുപോലെ തന്നെ ഡ്രൈ എന്ന് പറയുന്നതാണ് പ്ലാസ്റ്റിക്, പേപ്പർ, മെറ്റൽ, വുഡ് എക്സെട്ര ആവാം.
ഓക്കെ. ആൻഡ് ഡൊമസ്റ്റിക് ഹസാർഡസ് ആതറൈസ്ഡ് റാക്ക് പിക്കേഴ്സ് ഓർ വേസ്റ്റ് കളക്ടേഴ്സ് ഓർ ലോക്കൽ ബോഡീസ് ആണ്. ഓക്കെ, എന്തൊക്കെയാണ് പറയുന്നത്? വേസ്റ്റ് ജനറേറ്റേഴ്സ് വിൽ ഹാവ് ടു പേ യൂസർ ഫീ ടു വേസ്റ്റ് കളക്ഷൻ, അതുപോലെ തന്നെ സ്പോട്ട് ഫൈൻ ഫോർ ദ ലിറ്ററിങ് ആൻഡ് നോൺ സെഗ്രിഗേഷൻ എന്നുള്ളതൊക്കെ ഏതിൻ്റെയാണ്? ഈ സോളിഡ് വേസ്റ്റ് മാനേജ്മെൻറ്റ് റൂൾസ് 2016 എന്താണ് പ്രത്യേകതയാണ് എന്നുള്ളതാണ്. ഓക്കെ, ഇനി ഈ നാഷണൽ ഗ്രീൻ ട്രൈബ്യൂണൽ ഇതുമായി ബന്ധപ്പെട്ട ഏതൊക്കെ നിയമങ്ങളിലാണ് പ്രധാനമായിട്ടും പ്രവർത്തിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതൊക്കെയാണ്? ദ വാട്ടർ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ ഓഫ് പൊല്യൂഷൻ ആക്ട് 1974, the Water Prevention and Control of Pollution Cess Act 1977, the Forest Conservation Act 1918, the Air Prevention and Control of Pollution Act 1981, the Environmental Protection Act 1986, the Public Liability Insurance Act 1991, the Biological Diversity Act 2002. ഇതൊക്കെ ബന്ധപ്പെട്ടാണ് ആര് പ്രവർത്തിക്കുന്നത്? പ്രധാനമായിട്ടും നാഷണൽ ഗ്രീൻ ട്രൈബ്യൂണൽ പ്രവർത്തിക്കുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക? നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, നമുക്കറിയാം നാഷണൽ ഗ്രീൻ ട്രൈബ്യൂണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പ്രകൃതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ കേസെടുക്കുന്ന ഒരു ക്വാസി ജുഡീഷ്യൽ ബോഡി കൂടിയാണ് ഇത് നാഷണൽ ഗ്രീൻ ട്രൈബ്യൂണൽ എന്നുള്ള പേരിൽ എന്താണ് അറിയപ്പെടുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക? നമുക്ക് കാണാൻ പറ്റുക. നെക്സ്റ്റ് ഒന്നാണ് ലഖ്പതി ദില്ലി. എന്താണ് ന്യൂസ്? റീസെൻ്റ്ലി ദ പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ participated in the Lakhpati Dili Sammelan in Maharashtra, a significant event focused on empowering rural women through self-help group. ഓക്കെ, ഇതാണ് ന്യൂസ്. എന്താണ് പറയുന്നത്? ഇതിലുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട മിനിസ്ട്രി ആൻഡ് സ്കീംസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ഒന്ന് മിനിസ്ട്രി ഓഫ് റൂറൽ ഡെവലപ്മെൻറ്റ്, MORD ആണ്. അവർ പ്രധാനമായി ഇറക്കിയ സ്കീമുകൾ ഏതൊക്കെയാണ്? മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി സ്കീം, മഹൻരേഗ പ്രോഗ്രാം, അതുപോലെ തന്നെ ദീൻ ദയാൽ ഉപാധ്യായ് ഗ്രാമീൺ കൗശി യോജന. നെക്സ്റ്റ് വൺ റൂറൽ സെൽഫ് എംപ്ലോയ്മെൻറ്റ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്. നെക്സ്റ്റ് വൺ പ്രധാൻ മന്ത്രി ആവാസ് യോജന ഗ്രാമീൺ. ഇതൊക്കെ ഇതുമായി ബന്ധപ്പെട്ടാണ്. പിന്നെ വരുന്നതാണ് ഏത്? മിനിസ്ട്രി ഓഫ് അഗ്രികൾച്ചർ ആൻഡ് ഫാമേഴ്സ് വെൽഫെയറുമായി ബന്ധപ്പെട്ട് വരുന്നതാണ് ഏതൊക്കെയാണ്? മിഷൻ ഫോർ ഇൻ്റഗ്രേറ്റഡ് ഡെവലപ്മെൻറ്റ് ഓഫ് ഹോർട്ടിക്കൾച്ചർ, MIDH, Submission on Agricultural Mechanization, SMAM, National Bamboo Mission, National Mission on Honey and Beekeeping, and Promotion of Millet, Pradhan Mantri Krishi Sinchari Yojana, 10K FPO, Agri Infra Fund, Natural Farming and Engagement of Community Resources Persons as എക്സ്റ്റൻഷൻ ഏജൻറ്റ്സ് ഫോർ ദ സർവീസസ് ഡെലിവറി എക്സെട്ര. ഇതൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് വന്ന എന്താണ് സ്കീമുകളാണ്. പിന്നെ വരുന്നതാണ് ഏത്? ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് എനിമൽ ഹസ്ബൻഡറി ആൻഡ് ഡയറിങ് എന്നുള്ള പേരിൽ എന്ത് ചെയ്യുന്ന അറിയപ്പെടുന്നത്. ഇതിൽ ഏതൊക്കെ വരുന്നത്? ആക്സിലറേറ്റഡ് ഏജൻറ്റ് ഫോർ ദ ഹെൽത്ത് ആൻഡ് എക്സ്റ്റൻഷൻ ഓഫ് ലൈവ് സ്റ്റോക്ക് പ്രൊഡക്ഷൻ, AHELP. 2 നാഷണൽ ലൈവ് സ്റ്റോക്ക് മിഷൻ, അതുപോലെ തന്നെ എനിമൽ ഹസ്ബൻഡറി ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട്, രാഷ്ട്രീയ ഗോകുൽ മിഷൻ എക്സെട്ര. ഇതൊക്കെ ഇതിൻ്റെ ഭാഗമാണ്. പിന്നെ വരുന്നതാണ് ഏത്? മിനിസ്ട്രി ഓഫ് ഫുഡ് പ്രോസസ്സിംഗ് ഇൻഡസ്ട്രീസിൽ വരുന്ന ഏതൊക്കെയാണ്? പ്രധാൻ മന്ത്രി ഫോർമലൈസേഷൻ ഓഫ് മൈക്രോ ഫുഡ് പ്രോസസ്സിംഗ് എൻ്റർപ്രൈസസ് സ്കീം. പിന്നെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഫിഷറീസിൽ ഏതൊക്കെയാണ് വരുന്നത്? PM മത്സ്യ സമ്പത്ത് യോജന. പിന്നെ മിനിസ്ട്രി ഓഫ് സ്മോൾ ആൻഡ് മീഡിയം എൻ്റർപ്രൈസസിൽ ഏതൊക്കെ? സ്കീം ഓഫ് ഫണ്ട് ഫോർ റീജനറേഷൻ ഓഫ് ട്രഡീഷണൽ ഇൻഡസ്ട്രീസും ഏതിൻ്റെ ഭാഗമാണ്? ഇത്തരം സ്കീമുകളുടെ ഭാഗമാണ് എന്നുള്ളതാണ്. ഓക്കെ, നെക്സ്റ്റ് ന്യൂസാണ് എന്ത്? ഓർക്കസ്. എന്നാണ് റീസെൻ്റ്ലി എ ഗ്രൂപ്പ് ഓഫ് ഓർക്കസ് ഹാഡ് അറ്റാക്ക്ഡ് എ സെയിൽ ബോട്ട് ഓഫ് ദ കോവസ്റ്റ് ഓഫ് സ്പെയിൻ. സിൻസ് 2020 over 700 interactions between the orcas and boats near the Strait of Gibraltar have been recorded. Okay, ഇനി നമുക്ക് നോക്കാം എന്താണ് പറയുന്നത്. ഇതിൽ പ്രധാനപ്പെട്ട തിയറീസ് എന്തൊക്കെയാണ്? ഇതൊന്ന് പ്ലേഫുൾ ബിഹേവിയർ ആണ്. എന്താണ്? സം സയൻറ്റിസ്റ്റ് ബിലീവ്, ചില ആളുകൾ സയൻറ്റിസ്റ്റുകൾ എന്താണ് വിശ്വസിക്കുന്നത്? ഓർക്കസ് മേ ബി ടാർഗറ്റിംഗ് ബോട്ട്സ് ആസ് എ ഫോം ഓഫ് പ്ലേ വേർ യങ് ഓർക്കസ് ലേൺ ആൻഡ് റിപ്പീറ്റ് ന്യൂ ബിഹേവിയേഴ്സ് ആണ്. പിന്നെ വരുന്നതാണ് ഇത്? ട്രൂമാറ്റിക് റെസ്പോൺസസ്. എന്താണ് പറയുന്നത്? സം സയൻറ്റിസ്റ്റ് തിയറിസ്റ്റ് ദാറ്റ് എ ട്രൂമാറ്റിക് ഇവൻറ്റ് ലൈക്ക് ഗെറ്റിംഗ് ടാങ്കിൾഡ് ഇൻ ഫിഷിംഗ് ലൈൻസ് മൈറ്റ് ഹാവ് ബി ട്രിഗിൾഡ് അഗ്രസീവ് ബിഹേവിയർ ഇൻ ഓർക്കാസ് ആണ്. അതുപോലെ തന്നെ ചില സയൻറ്റിസ്റ്റുകൾ എന്നാണ് വിചാരിക്കുന്നത്? സസ്പെക്ട് ദാറ്റ് എ ഫീമെയിൽ ഓർക്ക
That means White Gladius went through a similar traumatic experience which altered her behavior എന്നുള്ളതൊക്കെ ഇതിൻ്റെ പ്രത്യേകതയാണ്, ഇവരുടെ പ്രത്യേകതയാണ് എന്നുള്ളതാണ്. പിന്നെ വരുന്നതാണ് ശില്പ് ദിവിൽ മഹോത്സവ്. എന്താണ്? റീസെൻ്റ്ലി ദ യൂണിയൻ മിനിസ്റ്റർ ഓഫ് ടെക്സ്റ്റൈൽസ് വിസിറ്റഡ് ദ ശില്പ് ദീദി മഹോത്സവ് അറ്റ് ദില്ലി ഹാട്ട്, ന്യൂഡൽഹി, ഷോക്കേസിംഗ് ദ ഗവൺമെൻറ്റ്സ് ഡെഡിക്കേഷൻ ടു എംപവറിംഗ് ഫീമെയിൽ ആർട്ടിയൻസ് നോൺ ആസ് ശില്പ് ദിലിറ്റ്സ് ത്രൂ ദ ശില്പ് ദീലി പ്രോഗ്രാം. ഓക്കെ, ഇനി നമുക്ക് നോക്കി നോക്കാം അതുമായി ബന്ധപ്പെട്ട എന്തൊക്കെയാണ്. ദ ഓഫീസേഴ്സ് ഓഫ് ഡെവലപ്മെൻറ്റ് കമ്മീഷൻ ഹാൻഡിക്രാഫ്റ്റ് അണ്ടർ എജിസ് ഓഫ് മിനിസ്ട്രി ഓഫ് ടെക്സ്റ്റൈൽസ് ഹാഡ് ലോഞ്ച്ഡ് ശില്പ് ദീലി പ്രോഗ്രാം. ഓക്കെ, ഓൺ എ പൈലറ്റ് ബേസിസ് ഫോർ 100 days എന്നുള്ളതിൻ്റെ പ്രത്യേകതയാണ്. ആൻഡ് എ ബേസ് ലൈൻ സർവേ ഐഡൻറ്റിഫൈഡ് 100 വുമൺ ആർട്ടിയൻസ് നോൺ ആസ് ശില്പ് ദീലീസ് representing 72 districts across 23 states covering total of 30 different crafts എന്നുള്ളതാണ്. ആൻഡ് ദ പ്രൈമറി ഒബ്ജക്റ്റീവ് ഓഫ് ദ പ്രോഗ്രാം ഈസ് ടു ഫോസ്റ്റർ എക്കോണമിക് എംപവർമെൻറ്റ് ആൻഡ് ദ ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് എമംഗ് ഫീമെയിൽ ആർട്ടിയൻസ് ത്രൂ ഔട്ട് ഇന്ത്യ എന്നുള്ളതിൻ്റെ പ്രത്യേകതയാണ്. ആൻഡ് ദ ഇനീഷ്യേറ്റീവ് കമൻസിങ് വിത്ത് എ ട്രെയിനിങ് ഫ്രം June 2024 and includes the components of e-commerce, onboarding, entrepreneurship, development, regulatory and social media on broadcasting, marketing opportunities, etc. ഇതിൻ്റെ പ്രത്യേകതയാണ്. ആൻഡ് ഇനീഷ്യേറ്റീവ് ഫോർ ദ അപ്ലിഫ്റ്റ്മെൻറ്റ് ഓഫ് ആർട്ടിയൻസ് എന്താ പറയുന്നത് PM വിശ്വകർമ്മ സ്കീം, അതുപോലെ തന്നെ എന്താണ് അംബേദ്കർ ഹാഡ്ഷിപ്പ് വികാസ് യോജന ഇതിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന പദ്ധതിയാണ്. അതുപോലെ തന്നെ മെഗാ ക്ലസ്റ്റർ സ്കീം, അതുപോലെ നാഷണൽ ഹാൻഡിക്രാഫ്റ്റ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം ഇതിൻ്റെ ഭാഗമായിട്ട് എന്താണ് പ്രവർത്തിക്കുന്നതാണ്. അതുപോലെ കോംപ്രഹെൻസീവ് ഹാൻഡിക്രാഫ്റ്റ് ക്ലസ്റ്റർ ഡെവലപ്മെൻറ്റ് സ്കീമുണ്ട്. അതുപോലെ തന്നെ ആൻഡ് 1 district 1 product പ്രോഗ്രാമൊക്കെ ഏതാണ് ഇതിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും പ്രോഗ്രാമുകളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് അപ്ലിഫ്റ്റിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കാണാൻ സാധിക്കുമെന്നുള്ളതും ഏതിൻ്റെ പ്രത്യേകതയാണ്, ഇതിൻ്റെ പ്രത്യേകതയാണ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അത്തരം പദ്ധതികളൊക്കെയാണ് എന്ത് ചെയ്യുന്നത് ഇതുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. നെക്സ്റ്റ് വണ്ണാണ് ഇത് അനുഭവ് അവാർഡ്സ്. എന്താണ് ന്യൂസ്? റീസെൻ്റ്ലി ദ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് പെൻഷൻ ആൻഡ് പെൻഷനേഴ്സ് വെൽഫെയർ, ദാറ്റ് മീൻസ് DOPPW, ഓർഗനൈസ്ഡ് ദി 7th അനുഭവ് അവാർഡ്സ് സെറിമണി ടു റീഓർഗനൈസ് ദ കോൺട്രിബ്യൂഷൻ മെയ്ഡ് ബൈ സെൻട്രൽ ഗവൺമെൻറ് എംപ്ലോയീസ് വൈൽ ഇൻ സർവീസസ്. ഇതൊക്കെ ഏതിൻ്റെ പ്രത്യേകതയാണ്, അല്ലെങ്കിൽ ഇതെന്തായി വരാനുള്ള കാരണം, കറണ്ട് അഫെയറായി വരാനുള്ള എന്നാണ് ഒരു കാരണമെന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇനി എന്താണ് പറയുന്നത്, ദ അനുഭവ് അവാർഡ്സ് ഇനിഷ്യേറ്റഡ് ബൈ DOPPW ഈസ് ഡിസൈൻഡ് ടു റീഓർഗനൈസ് ആൻഡ് ഡോക്യുമെൻറ്റ് ദ എക്സ്പീരിയൻസ് ഓഫ് റിട്ടയറിംഗ് ആൻഡ് റിട്ടയേർഡ് സെൻട്രൽ ഗവൺമെൻറ് എംപ്ലോയീസ്. ഓക്കെ, എന്താണ് പറയുന്നത്, ലോഞ്ച്ഡ് ഇൻ March 2015 ഓൺ ദ ഡയറക്ഷൻ ഓഫ് പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ. ദ ഒബ്ജക്റ്റീവ് ഈസ് ടു ക്രിയേറ്റ് എ കൾച്ചർ ഓഫ് sharpening experience, fostering good governance and administrative reforms through അനുഭവ് പോർട്ടൽ. ഓക്കെ, അതിനുവേണ്ടി സ്റ്റാർട്ട് ചെയ്ത പോർട്ടലാണ് ഇത് അനുഭവ് പോർട്ടൽ എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. ഇനി ഇതിൻ്റെ എലിജിബിലിറ്റി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്, റിട്ടയറിംഗ് സെൻട്രൽ ഗവൺമെൻറ് എംപ്ലോയീസ്, പെൻഷനേഴ്സ് ആർ എലിജിബിൾ എന്നുള്ളതാണ്. ആൻഡ് റൈറ്റ് അപ്സ് പബ്ലിഷ് ദ അനുഭവ് പോർട്ടൽ ഡ്യൂറിംഗ് ദ ടൈം ഓഫ് ഫ്രെയിം നോട്ടിഫൈഡ് ബൈ DOPPW ആർ കൺസിഡേർഡ് ഫോർ ദി അവാർഡ്സ് എന്നുള്ളതിൻ്റെ പ്രത്യേകതയാണ്. ഇനി സബ്മിഷൻ വിൻഡോ എപ്പോഴാണ്, റൈറ്റ് അപ്സ് ക്യാൻ സബ്മിറ്റഡ് ബൈ 8 months prior to retirement and up to 1 year after retirement എന്നുള്ളതാണ്. ആൻഡ് സബ്മിഷൻസ് ആർ പബ്ലിഷ്ഡ് ആഫ്റ്റർ അസസ്മെൻറ്റ് ബൈ റെലവൻറ്റ് മിനിസ്ട്രീസ് ആൻഡ് ഡിപ്പാർട്ട്മെൻ്റ് ആണ്. അവർ പരിശോധിച്ചതിന് ശേഷമായിരിക്കും ഇത് എന്ത് ചെയ്യുന്നത് പബ്ലിഷ് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റുക. ആൻഡ് 7th അനുഭവ് അവാർഡ് സെറിമണി കൺഫേർഡ്, ഏകദേശം 7ാമത്തെ അനുഭവ് അവാർഡ് സെറിമണിയിൽ എന്ത് ചെയ്തു 5 അനുഭവ് അവാർഡ്സ്, അതുപോലെ തന്നെ 10 ജൂറി സർട്ടിഫിക്കറ്റ് എന്ത് ചെയ്യുന്നു, അതുപോലെ തന്നെ 9 ഡിഫറെൻറ്റ് മിനിസ്ട്രീസ് ഡിപ്പാർട്ട്മെൻറ്റ് കൊടുത്തതായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കാണാൻ സാധിക്കുമെന്നുള്ളതും ഏതിൻ്റെ പ്രത്യേകതയാണ്, ഇതിൻ്റെ പ്രത്യേകതയാണ് എന്നുള്ളതാണ്. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് വണ്ണാണ് ഇത് BioE3 പോളിസി ആൻഡ് ബയോടെക്നോളജി ഇൻ ഇന്ത്യ. എന്താണ് ഇത് ന്യൂസായി വരാനുള്ളൊരു കാരണം, ന്യൂസ് എന്താ, റീസെൻ്റ്ലി ദ യൂണിയൻ ക്യാബിനറ്റ് അപ്രൂവ്ഡ് ദ പ്രപ്പോസൽ ഓഫ് BioE3, ദാറ്റ് മീൻസ് ബയോടെക്നോളജി ഫോർ എക്കോണമി, environment and employment policy for fostering high performance biomanufacturing
ഓഫ് ദ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ബയോടെക്നോളജി. ഓക്കെ, ഇതാണ് ഇത് ന്യൂസായി വരാനുള്ള എന്താണ് ഒരു റീസൺ. ഇനി BioE3 പോളിസിയുടെ ടാർഗറ്റ്സ് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്, ഹൈ വാല്യൂ ബയോ ബേസ്ഡ് കെമിക്കൽസ് ആണ് എന്ത് ചെയ്യുന്നത് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ബയോ പോളിമേഴ്സ് ആൻഡ് എൻസൈംസ് യൂസ് ചെയ്യുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കാണാൻ പറ്റും. ആൻഡ് സ്മാർട്ട് പ്രോട്ടീൻസ് ആൻഡ് ഫങ്ഷണൽ ഫുഡ്സ് ആണ്. ആൻഡ് പ്രിസിഷൻ ഓഫ് ബയോ തെർമറ്റിക്സ് ആണ്. ക്ലൈമറ്റ് റെലിയൻറ്റ് അഗ്രികൾച്ചർ ആണ്. കാർബൺ ക്യാപ്ചർ ആൻഡ് യൂട്ടിലൈസേഷൻ, അതുപോലെ തന്നെ മറൈൻ ആൻഡ് സ്പേസ് റിസർച്ച് ഒക്കെ ഇതിൻ്റെ ഭാഗമാണ്. അപ്പോൾ ഇത്രയും സെക്ടേഴ്സാണ് പ്രധാനമായിട്ടും നമുക്ക് ഏതിന് കാണാൻ പറ്റുക, ഈ BioE3ക്ക് എന്ത് ചെയ്യാൻ പറ്റുക, കാണാൻ പറ്റുക എന്നുള്ള ഏതിൻ്റെ പ്രത്യേകതയാണ്, ഇതിൻ്റെ പ്രത്യേകതയാണ് എന്നുള്ളതാണ്. ഓക്കെ, അത്തരം പ്രത്യേകതകളാണ് എന്താണ് ഇതിന് നമുക്ക് കാണാൻ പറ്റുക. ഓക്കെ, ഇനി ഇതിലേതൊക്കെയാണ് ടൈപ്സ് ഓഫ് ബയോടെക്നോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് വരുന്നത് എന്താണ്, റെഡ് ആണ്, അതായത് മെഡിക്കൽ ആൻഡ് ഫാർമസ്യൂട്ടിക്കൽ. പിന്നെ വൈറ്റ് ഓർ ഗ്രേ എന്ന് വിളിക്കുന്ന ഏതാണ്, ഇൻഡസ്ട്രിയൽ ആണ്. ഗ്രീൻ എന്ന് വിളിക്കുന്ന എന്താണ്, അഗ്രികൾച്ചർ. ഗോൾഡ് എന്നുള്ള പേരിൽ അറിയപ്പെടുന്ന ബയോ ഇൻഫോർമാറ്റിക്സ് ആൻഡ് ഡാറ്റ. അതുപോലെ തന്നെ എന്താണ്, ബ്ലൂ എന്നുള്ള പേരിൽ അറിയപ്പെടുന്ന മറൈൻ ആൻഡ് അക്വാറ്റിക് എൻവയോൺമെൻറ്റ്. യെല്ലോ എന്നുള്ള പേരിൽ അറിയപ്പെടുന്ന ഫുഡ് പ്രൊഡക്ഷൻ. ആൻഡ് വയലറ്റ് എന്നുള്ള പേരിൽ അറിയപ്പെടുന്ന ഗവേണൻസ് ഓഫ് എത്തിക്കൽ കൺസിഡറേഷൻ. ഡാർക്ക് എന്ന പേരിൽ അറിയപ്പെടുന്ന വാർഫെയർ. അപ്പോൾ പ്രധാനമായിട്ടും എന്താണ്, ഇത്രയും ബയോടെക്നോളജിയാണ് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് കാണാൻ പറ്റുക. ഇതിൽ പ്രധാനമായിട്ടും 8 ടൈപ്സാണ് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് കാണാൻ പറ്റുക എന്നുള്ള ഇതിൻ്റെ പ്രത്യേകതയാണ്, ഇതിൻ്റെ പ്രത്യേകതയാണ് എന്നുള്ളതാണ്. ഓക്കെ, നെക്സ്റ്റ് വണ്ണാണ് ഇത് അറ്റ്കാമ ഡെസേർട്ട്. എന്താണ് ന്യൂസിൽ വരാൻ കാരണം, അക്കോർഡിംഗ് ടു എ ന്യൂ സ്റ്റഡി ലാൻഡ് സബ്സ്റ്റൻസ് ഈസ് ഒക്കറിങ് ഇൻ ചിലീസ് അറ്റ്കാമ സാൾട്ട് ഫ്ലാറ്റ് ഡ്യൂ ടു ലിത്തിയം മൈനിങ്. ഓക്കെ, ഇനി എന്താണ് അറ്റ്കാമ ഡെസേർട്ടിൻ്റെ ലൊക്കേഷൻ നോക്കുകയാണെങ്കിൽ, ദ അറ്റ്കാമ ഡെസേർട്ട് ഈസ് ലൊക്കേറ്റഡ് ഇൻ ചിലി ബിറ്റ്വീൻ ദ കോർഡിലേറ ഡി ലെ കോസ്റ്റ മൗണ്ടെയിൻ റേഞ്ച് ആൻഡ് ദ ആൻഡമാൻസ് മൗണ്ടെയിൻസ് ആണ്. ഇതിൻ്റെ ക്ലൈമറ്റ് എന്താണ്, ദ ഡെസേർട്ട് ഈസ് ഷീൽഡഡ് ഫ്രം റെയിൻഫാൾ ബൈ ദി ആൻഡസ് മൗണ്ടെയിൻസ് ടു ദ ഈസ്റ്റ് ആൻഡ് എക്സ്പീരിയൻസസ് അറ്റ്മോസ്ഫിയറിക് കണ്ടീഷൻസ് ദാറ്റ് പ്രിവെൻറ്റ് ക്ലൗഡ് ഫോർമേഷൻ ഡ്യൂ ടു ദ കോൾഡ് വാട്ടർ അപ്പീലിംഗ് ആണ്. പെറു ഹാംബിബോൾട്ട് കറൻ്റ് ആണ് ഫ്രം പസഫിക് ഓഷ്യൻ. ഇനി ടെമ്പറേച്ചർ നോക്കുകയാണെങ്കിൽ എന്താണ്, അൺലൈക്ക് അതർ അറ്റ്കാമ ഹാസ് മൈൽഡ് ആവറേജ് ടെമ്പറേച്ചർ ഓഫ് 80 ഡിഗ്രി ആണ്. ഓക്കെ, 80 ഡിഗ്രി സെൽഷ്യസ് ഡ്യൂ ടു ദി ടെമ്പറേറ്റ് ക്ലൈമറ്റ് ആണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, കാണാൻ പറ്റുക ഓഫ് കോൾഡ് വാട്ടർ എന്നുള്ളതാണ്. ഇനി മിനറൽ റിസോഴ്സസ് ഏതൊക്കെയാണ് പറയുന്നത്, ഒന്ന് സാൾട്ട് ഡെപ്പോസിറ്റ് ആണ്. എന്താണ്, ദ ഡെസേർട്ട് കോർ ഈസ് കവേർഡ് വിത്ത് ദ തിക്ക് സാൾട്ട് ഡെപ്പോസിറ്റ് എന്നുള്ളതിൻ്റെ പ്രത്യേകതയാണ്. അതെന്ത് പേരിലാണ് അറിയപ്പെടുന്നത്, പ്ലയാസ് എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ നൈട്രേറ്റ് ബെൽറ്റ് കാണാൻ പറ്റും. എന്താണ്, ദ ഡെസേർട്ട് കണ്ടെയ്ൻസ് നൈട്രേറ്റ് മിനറൽസ് ഹിസ്റ്റോറിക്കലി മൈൻഡ് ഫോർ യൂസ് ഇൻ എക്സ്പ്ലോസീവ് ആൻഡ് ഫെർട്ടിലൈസേഴ്സ് ആണ്. അതുപോലെ തന്നെ മിനറൽ റിച്ച്നെസ് ഉണ്ട്. എന്താണ്, ഇറ്റ് ഈസ് റിച്ച് ഇൻ അതർ മെറ്റീരിയൽസ് ലൈക്ക്, പ്രധാനമായിട്ടും ഏതൊക്കെയാണ്, ലിത്തിയം, കോപ്പർ ആൻഡ് അയോഡിൻ തുടങ്ങിയവ എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ പറ്റും. ഇനി ഇതിൻ്റെ പ്രൊട്ടക്റ്റഡ് ഏരിയാസ് ഏതൊക്കെയാണ്, പാൻഡെ ആസർ നാഷണൽ പാർക്ക് ഈസ് ദ ഓൺലി ലാർജ് നാഷണൽ പ്രൊട്ടക്റ്റഡ് ഏരിയ വിത്തിൻ ദ ഇക്കോ റീജിയൺ എന്നുള്ള ഇതിൻ്റെ പ്രത്യേകതയാണ്, ഇതിൻ്റെ പ്രത്യേകതയാണ് എന്നുള്ളതാണ്. ഓക്കെ, പിന്നെ വരുന്നതാണ് ഇത് റെയിൽ വൺ ഫോഴ്സ് ആൻഡ് അയൺ ഡിപ്ലോമസി. എന്താണ്, റീസെൻ്റ്ലി ദ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി അറൈവ്ഡ് ഇൻ ക്വീൻ ബൈ ട്രെയിൻ ഫ്രം പോളണ്ട് വിത്ത് ദ ട്രെയിൻ ഡബ്ഡ് റെയിൽ ഫോഴ്സ് 1 എന്നുള്ള ഏതിൻ്റെ പ്രത്യേകതയാണ്, ഇതിൻ്റെ പ്രത്യേകതയാണ് എന്നുള്ളതാണ്. ഇതാണ് ഇത് ന്യൂസിൽ വരാൻ കാരണം. ഇനി എന്താണ് പറയുന്നത്, റെയിൽ ഫോഴ്സ് 1 ഈസ് ദ പാർട്ട് ഓഫ് ഉക്രൈൻസ് program called iron diplomacy, and iron diplomacy refers to the practice of transporting world leaders from Poland through Ukraine via rail since the start of Russian invasion of Ukraine in 2022. And the train is run by the state-owned Ukraine Railways. Okay, എന്താണ്, state-owned Ukraine Railways-ലാണ് ഇത് റൺ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുമോ. Orkanias and the painted blue and yellow colors are Ukraine's flag ആണ്. And the train travels approximately 700 kilometers southeast from Przewiecki, Poland to Kyiv, taking 10 hours through the Ukrainian countryside. എന്നുള്ള ഈ ട്രെയിനിൻ്റെ പ്രത്യേകതയാണ്. The train has been used by leaders like former British PM Boris Johnson, French President Macron, European Commission President Ursula von der Leyen, Canadian PM Justin Trudeau, as well as the Biden and PM Modi. ഇതൊക്കെ എന്താണ്, ഈ ട്രെയിൻ എന്താണ് യൂസ് ചെയ്ത ലീഡേഴ്സാണ് എന്നുള്ള ഇതിൻ്റെ പ്രത്യേകതയാണ്,
ഈ ട്രെയിനിൻ്റെ പ്രത്യേകതയാണ്. ഓക്കെ. ആൻഡ് നെക്സ്റ്റ് ന്യൂസ് എന്താണ്? വേൾഡ് കോക്കനട്ട് ഡേ 2024. എന്താണ് പറയുന്നത്? ദ വേൾഡ് കോക്കനട്ട് ഡേ ഒബ്സർവ്ഡ് ആനുവലി ഓൺ സെപ്റ്റംബർ 10th emphasize the importance of coconut in our lives and promote the sustainable farming practices. ഓക്കെ, ഇതാണ് ഇത് ന്യൂസിൽ വരാനുള്ളതെന്നാണ് കാരണമെന്ന് പറയുന്നത്. ഇനി എന്താണ് പറയുന്നത്? ദ ഡേ ഈസ് ഡെഡിക്കേറ്റഡ് ടു റൈസിംഗ് അവയർനെസ് അബൌട്ട് ദ വേരിയസ് യൂസസ് ഓഫ് കോക്കനട്ട്സ് ആൻഡ് എൻകറേജിംഗ് ദയർ ഗ്ലോബൽ കൺസംഷൻ. ഓക്കെ, തീം ഓഫ് WCD 2024. ഓക്കെ, വേൾഡ് കോക്കനട്ട് ഡേയുടെ 2024 തീം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? കോക്കനട്ട് ഫോർ എ സർക്കുലർ എക്കോണമി ബിൽഡിംഗ് പാർട്ട്ണർഷിപ്പ് ഫോർ മാക്സിമം വാല്യൂ എന്നുള്ളതാണ്. ആൻഡ് പറയുന്നത് എന്താണ്? വേൾഡ് കോക്കനട്ട് ഡേ ഫസ്റ്റ് ഒബ്സർവ്ഡ് ഇൻ 2009. ആദ്യമായിട്ട് എന്താണ് വേൾഡ് കോക്കനട്ട് ഡേ ഒബ്സർവ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? 2009 ആൻഡ് വാസ് എസ്റ്റാബ്ലിഷ്ഡ് ബൈ ദ ഇൻ്റർനാഷണൽ കോക്കനട്ട് കമ്മ്യൂണിറ്റി. ഓക്കെ, ഇനി ആരാണിത് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്? ഇൻ്റർനാഷണൽ കോക്കനട്ട് കമ്മ്യൂണിറ്റിയാണ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. UNESCAP ഇൻ്റർ ഗവൺമെൻറ് ഓർഗനൈസേഷനാണ്. അതുപോലെ തന്നെ ICC എന്താണ് പറയുന്നത്? റെപ്രസെൻറ്റിംഗ് 21 കോക്കനട്ട് പ്രൊഡ്യൂസിങ് കൺട്രീസ് ആണുള്ള September 2nd ഫോർ ദ വേൾഡ് കോക്കനട്ട് ഡേ ടു മാർക്ക് ഇറ്റ്സ് 1969 ഫൗണ്ടിങ് ആൻഡ് ഇന്ത്യ ഈസ് ദ ഫൗണ്ടിങ് മെമ്പർ എന്നുള്ളതിൻ്റെ പ്രത്യേകതയാണ്. ഇനി ICCയുടെ സെക്രട്ടേറിയറ്റ് എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയാണ്? ജക്കാർത്ത, ഇന്തോനേഷ്യയിലാണ്. അതുപോലെ തന്നെ 2018 ICC എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? ഏഷ്യൻ ആൻഡ് സ്പെസിഫിക് കോക്കനട്ട് കമ്മ്യൂണിറ്റി എന്നുള്ള പേരിലാണ് എന്ത് ചെയ്യുന്നത്? അറിയപ്പെട്ടിരുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക? നമുക്ക് കാണാൻ പറ്റുക എന്നുള്ളതാണ്. ക്ലിയർ? നെക്സ്റ്റ് ന്യൂസാണ് എന്താണ്? നാഷണൽ ഗ്രീൻ ട്രൈബ്യൂണൽ. ഓക്കെ, നമുക്ക് നോക്കാം എന്താണ് നാഷണൽ ഗ്രീൻ ട്രൈബ്യൂണൽ. നാഷണൽ ഗ്രീൻ ട്രൈബ്യൂണൽ എന്നാണ് സ്ഥാപിതമായെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2010 പാസ്സാക്കിയ ബൈ നാഷണൽ ഗ്രീൻ ട്രൈബ്യൂണൽ ആക്ട് വഴിയാണ് ഇത് സ്ഥാപിതമാവുന്നത്. ഇതിൻ്റെ ഒബ്ജക്റ്റീവ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? ക്വിക്ക് റെസൊല്യൂഷൻ ഓഫ് എൻവിയോൺമെൻറ്റൽ ആൻഡ് നാച്ചുറൽ റിസോഴ്സസ് കേസസ് ആണ്. ഈ കേസ് റെസൊല്യൂഷൻ എത്രയാണ്? വിത്തിൻ 6 months ആണ്. അതുപോലെ പ്ലേസസ് ഓഫ് സിറ്റിംഗ് എവിടെയാണ്? ന്യൂഡൽഹി, പ്രിൻസിപ്പൽ, ഭോപ്പാൽ, പൂനെ, കൊൽക്കത്ത, ചെന്നൈയിലൊക്കെ കാണാൻ പറ്റും. ഇനി ഇതിൻ്റെ കമ്പോസിഷൻ നോക്കുകയാണെങ്കിൽ എന്താണ്? കോമ്പോസിഷനിൽ ചെയർപേഴ്സൺ ഉണ്ടാവും, ജുഡീഷ്യൽ മെമ്പേഴ്സ് ഉണ്ടാവും ആൻഡ് എക്സ്പേർട്ട് മെമ്പേഴ്സ് ഉണ്ടായിരിക്കും. കാലാവധി എത്രയാണ്? ഒന്നെങ്കിൽ 5 വർഷം അല്ലെങ്കിൽ 65 വയസ്സ് വരെയാണ് ഇതിൻ്റെ കാലാവധി. ഇവരെ പിന്നീട് എന്ത് ചെയ്യില്ല? അപ്പോയിൻമെൻറ്റ് ചെയ്യാറില്ല. ഇനി അപ്പോയിൻമെൻറ്റ്സ് എടുത്ത് നോക്കുകയാണെങ്കിൽ എന്താണ്? ചെയർപേഴ്സൺസ് സെൻട്രൽ ഗവൺമെൻറ് ആയിരിക്കും വിത്ത് ദ CJS കൺസൾട്ടേഷൻ, അതായത് ചീഫ് ജസ്റ്റിസിൻ്റെ സമ്മതത്തോടു കൂടി. അതുപോലെ തന്നെ 10 മുതൽ 20 വരെ ജുഡീഷ്യൽ അംഗങ്ങൾ ഇതിൽ കാണാൻ പറ്റും. അതുപോലെ തന്നെ 10 മുതൽ 20 എക്സ്പേർട്ട് മെമ്പേഴ്സ് ഉണ്ടായിരിക്കും. ഒരു സെലക്ഷൻ കമ്മിറ്റി ഇതിനു വേണ്ടി ഉണ്ടായിരിക്കും. ഓക്കെ, ഇനി ഇതിൻ്റെ പവേഴ്സ് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? എൻവിയോൺമെൻറ്റുമായി ബന്ധപ്പെട്ട സിവിൽ കേസസ് എന്ത് ചെയ്യുക? രജിസ്റ്റർ ചെയ്യുക. 2021 എന്ത് ചെയ്തു? സ്യൂമോട്ടോ അധികാരം, സ്വയം കേസെടുക്കാനുള്ള അധികാരം കൊടുത്ത. റോൾസ് എന്താണ്? അഡ്ജുഡിക്കേറ്ററി, പ്രിവെൻറ്റീവ് ആൻഡ് റെമഡിയൽ ആണ്. പ്രൊസീജിയേഴ്സ് എന്താണ്? ഫോളോ പ്രിൻസിപ്പിൾ ഓഫ് നാച്ചുറൽ ജസ്റ്റിസ് അതിൻ്റെ പ്രത്യേകതയാണ്. ആൻഡ് നോട്ട് ബൗണ്ടഡ് ബൈ CPC 1908 ഓർ ഇന്ത്യൻ എവിഡൻസ് ആക്ട് 1872ൻ്റെ ഇതൊക്കെയാണ് ഇതിൽ കാണാൻ പറ്റുക. ഇതിൻ്റെ പ്രിൻസിപ്പിൾസ് എന്താണ്? സസ്റ്റൈനബിൾ ഡെവലപ്മെൻ്റ് ആണ്. അതുപോലെ തന്നെ പ്രിക്കുലേഷണറി പോളിസ്റ്റർ പേസ് ഇതിൻ്റെ ഭാഗമാണ്. ഇതിൻ്റെ ഓർഡേഴ്സ് എന്താണ്? എക്സിക്യൂട്ടീവ് ആസ് എ സിവിൽ കോർട്ട് ഡിസയേഴ്സ് ഓഫേഴ്സ് റിലീഫ് ആൻഡ് കോമ്പൻസേഷൻ ആണ് ഇതിൽ കാണാൻ പറ്റുക. ഇതിൻ്റെ ഡിസിഷൻസ് എന്താണ്? ബൈൻഡിങ് ആണ്. അപ്പീൽസ് എന്താണ്? ട്രൈബ്യൂണൽ ക്യാൻ റിവ്യൂ ഇറ്റ്സ് ഡിസിഷൻസ് എന്നുള്ളതാണ്. ആൻഡ് ഇഫ് ഡിസിഷൻ ഫെയിൽ ആൻഡ് അപ്പീൽ ടു ദ സുപ്രീം കോർട്ട് ടു ബി ഫിൽഡ് വിത്തിൻ 90 days എന്നുള്ളതിൻ്റെ പ്രത്യേകതയാണ്. ഇനി NGT ഡീൽസ് വിത്ത് സിവിൽ കേസസ് അണ്ടർ. ഏതൊക്കെ ആക്ടിൻ്റെ അണ്ടറിലാണ് കേസ് എടുക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ വാട്ടർ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ പൊല്യൂഷൻ ആക്ട് 1974, വാട്ടർ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ പൊല്യൂഷൻ സെസ് ആക്ട് 1977, ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ട് 1980, എയർ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ ഓഫ് പൊല്യൂഷൻ ആക്ട് 1981, എൻവിയോൺമെൻറ്റൽ പ്രൊട്ടക്ഷൻ ആക്ട് 1986, പബ്ലിക് ലയബിലിറ്റി ഇൻഷുറൻസ് ആക്ട് 1991, ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി ആക്ട് 2002ൻ്റെ അണ്ടറിലൊക്കെയാണ് എന്ത് ചെയ്യുന്നത്? കേസ് എടുക്കുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക? നമുക്ക് കാണാൻ പറ്റുക എന്നുള്ള ഇതിൻ്റെ പ്രത്യേകതയാണ്. ആൻഡ് നെക്സ്റ്റ് ന്യൂസ് എന്താണ്? ഗവൺമെൻറ് ഇനീഷ്യേറ്റീവ് ടു സപ്പോർട്ട് റൈസ് ആൻഡ് വീറ്റ് കൾട്ടിവേഷൻ ആണ്. ന്യൂസ് എന്താ? റീസെൻ്റ്ലി ദ പോളിസി മേക്കേഴ്സ് കോൾഡ് ഫോർ ദ
hypending the production of rice and wheat due to changes their production and consumption. Okay. ഏതൊക്കെ സ്കീമുകളാണ് ഗവൺമെൻറ് റൈസിനെയും വീറ്റിനെയും സപ്പോർട്ട് ചെയ്യാൻ കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതൊക്കെയാണ്? നാഷണൽ ഫുഡ് സെക്യൂരിറ്റി മിഷൻ, ഹൈബ്രിഡ് റൈസ് സീഡ് പ്രൊഡക്ഷൻ, രാഷ്ട്രീയ കൃഷി വികാസ് യോജന, മിനിമം സപ്പോർട്ട് പ്രൈസ് MSP, അഗ്രികൾച്ചർ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട് AIF, പ്രധാൻ മന്ത്രി കൃഷി സിഞ്ചായ് യോജന PMKSY, ക്രോപ്പ് ഡൈവേഴ്സിഫിക്കേഷൻ പ്രോഗ്രാം CDP ഒക്കെ എന്താണ്? ഇതിൻ്റെ ഭാഗമായിട്ട് എന്താണ് ഗവൺമെൻറ് കൊണ്ടുവന്നിട്ടുള്ള എന്താണ് പ്രധാനപ്പെട്ട സ്കീമുകളാണ്. നെക്സ്റ്റ് വണ്ണാണ് ഇനീഷ്യേറ്റീവ് റിലേറ്റഡ് ടു അഗ്രികൾച്ചർ. അഗ്രികൾച്ചറുമായി ഗവൺമെൻറ് കൊണ്ടുവന്ന പ്രധാനപ്പെട്ട സ്കീമുകൾ. ഇതെന്താണ് ന്യൂസിൽ വരാൻ കാരണം? റീസെൻ്റ്ലി ദ യൂണിയൻ ക്യാബിനറ്റ് അനൗൺസ്ഡ് 7 ന്യൂ സ്കീംസ് വിത്ത് ദ ടോട്ടൽ ഔട്ട്ലേ ഓഫ് Rs 14,000 crore ഫോർ ദ അഗ്രികൾച്ചർ ആൻഡ് അലൈഡ് സെക്ടേഴ്സാണ്. ഓക്കെ, എന്തൊക്കെയാണ് അഗ്രികൾച്ചറുമായിട്ട് ഗവൺമെൻറ് കൊണ്ടുവന്ന പ്രധാനപ്പെട്ട പദ്ധതികൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ? പ്രധാൻ മന്ത്രി ഫസൽ ബീമ യോജന PMFBY, സോയിൽ ഹെൽത്ത് കാർഡ് സ്കീം, പ്രധാൻ മന്ത്രി കൃഷി സിഞ്ചാരി യോജന PMKSY, നാഷണൽ അഗ്രികൾച്ചർ മാർക്കറ്റ് ENAM, പരമ്പരാഗത കൃഷി വികാസ് യോജന PKVY, ഡിജിറ്റൽ അഗ്രികൾച്ചർ മിഷൻ, യൂണിഫൈഡ് ഫാർമർ സർവീസസ് പ്ലാറ്റ്ഫോം, നാഷണൽ ഗവേണൻസ് പ്ലാൻ ഇൻ അഗ്രികൾച്ചർ ആൻഡ് മിഷൻ ഓർഗാനിക് വാല്യൂ ചെയിൻ ഡെവലപ്മെൻറ്റ് ഫോർ നോർത്ത് ഈസ്റ്റേൺ റീജിയനൊക്കെയാണ് ഇതിൻ്റെ ഭാഗമായിട്ട് വന്നായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക, കാണാൻ സാധിക്കുക. നെക്സ്റ്റ് വണ്ണാണ് നവരത്ന സ്റ്റാറ്റു ഫോർ CPEs. ഓക്കെ, എന്താണ് ന്യൂസ്? റീസെൻ്റ്ലി ദ ഗവൺമെൻറ് അപ്ഗ്രേഡഡ് 4 സെൻട്രൽ പബ്ലിക് സെക്ടർ എൻ്റർപ്രൈസസ് CPSEs, റീറ്റെയിൽ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, സോളാർ എനർജി കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, SJVN, സത്ലജ് ജയ് വിദ്വാൻ നിഗം ലിമിറ്റഡ് ആൻഡ് NHPC, നാഷണൽ ഹൈഡ്രോ ഇലക്ട്രിക് പവർ കോർപ്പറേഷൻ ടു നവരത്ന സ്റ്റാറ്റസ്. ദിസ് ഇൻക്രീസ് ദ ടോട്ടൽ നമ്പർ ഓഫ് നവരത്ന CPSEs ഇൻ ഇന്ത്യ 25. ഓക്കെ, ഇനി എന്താണ് നവരത്ന എന്ന് പറയുന്നത്? നവരത്ന സ്കീം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന 1997 ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് in order to identify CPS that enjoy comparative advantage in their respective sectors ആണ്, to support them in their driven to become global players. ഇനി നവരത്നയാവാൻ എന്തൊക്കെ വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ മിനിരത്ന കാറ്റഗറി 1 ഷെഡ്യൂൾ Aയിൽ പെടുന്നതായിരിക്കണം എന്നുള്ളതാണ് ഏറ്റവും പ്രത്യേകത. കൂടാതെ നെറ്റ് പ്രോഫിറ്റ് ആൻഡ് നെറ്റ് വർത്ത് നോക്കും, മാൻ പവർ കോസ്റ്റ് ആൻഡ് ടോട്ടൽ പ്രൊഡക്റ്റീവ് സർവീസസ് നോക്കും, പ്രോഫിറ്റ് ബിഫോർ ഡിപ്രിസിയേഷൻ, ഇൻട്രസ്റ്റ്, ടാക്സേഷൻ, ക്യാപിറ്റൽ എംപ്ലോയ്മെൻറ്റ് നോക്കും, പ്രോഫിറ്റ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സസ് ടേൺ ഓവർ നോക്കും, ഏർണിംഗ് പെർ ഷെയർ, ഇൻ്റർ സെക്ടർ പെർഫോമൻസ് നോക്കാറുണ്ട്. ഈ ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ്, ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് ഒക്കെ ഇതിന് ഉദാഹരണമാണ്. നവരത്നാസിന് എന്താണ് എക്സാമ്പിൾസ് ആണ് എന്നുള്ളതാണ്. ഓക്കെ, നെക്സ്റ്റ് ന്യൂസാണ് ഇത്. പാരീസ് സിങ്സ് റൂഫേഴ്സ് എന്താണ് പറയുന്നത്? റീസെൻ്റ്ലി ദ ഫ്രഞ്ച് കൾച്ചറൽ മിനിസ്ട്രി nominated the zinc roofing profession in Paris for UNESCO's Intangible Cultural Heritage ICH list, highlighting the craftsmanship. ഇതാണ് ന്യൂസ്. എന്താണ് നമുക്ക് നോക്കാനുള്ള ഇൻറ്റഞ്ചിബിൾ കൾച്ചറൽ ഹെറിറ്റേജ് എമിനൻറ്റും അത് വന്ന വർഷമാണ്. ഒന്ന് കൂടിയാട്ടം സംസ്കൃത് തിയേറ്ററാണ് വന്നത് 2008, ട്രഡീഷണൽ ഓഫ് വേദിക് ചാൻഡിങ് 2008, രാംലീല ദ ട്രഡീഷണൽ പെർഫോമൻസ് ഓഫ് രാമായണ 2008 ആണ്, and Raman Religious Festival and Ritual Theatre and Garhwal Himalayas, India 2009, Chavu Days Dance 2010, and പിന്നെ പറയുന്ന ഒരു കാര്യം അതാണ് കൽബേലിയ ഫോക്ക് ഡാൻസസ് ഓഫ് രാജസ്ഥാൻ 2010 ആണ്, മുടികെട്ടു റിച്വൽ തിയേറ്റർ ആൻഡ് ഡാൻസ് ഡ്രാമ ഓഫ് കേരള 2010 ആണ്, ബുദ്ധിസ്റ്റ് ചാൻറ്റിംഗ് ഓഫ് ലഡാക്ക്, റിസംഷൻ ഓഫ് സാങ്ച്വർഡ് ബുദ്ധിസ്റ്റ് ടെക്സ്റ്റ് ഓഫ് ട്രാൻസ് ഹിമാലയ ലഡാക്ക് റീജിയൻ ജമ്മു ആൻഡ് കാശ്മീരിൻ്റേതാണ് 2012 ആണ്, ആൻഡ് സംസ്കൃത് റിച്വൽ സിംഗിങ് ഡ്രമിങ് ആൻഡ് ഡാൻസിങ് ഓഫ് മണിപ്പൂർ 2013, ട്രഡീഷണൽ ബ്രാസ് ആൻഡ് കോപ്പർ ക്രാഫ്റ്റ് ഓഫ് ഉട്ടൻസി മേക്കിംഗ് എമംഗ് ദ താത്തൻസ് ഓഫ് ജംഗ്ലിയ ഗുരു പഞ്ചാബ് ഇന്ത്യ 2014 ആണ്, ആൻഡ് നൗറസ് 2016, യോഗ 2016, കുംഭമേള 2017, Durga Puja in Kolkata 2021, and Garba of Gujarat 2023 ആണ്. ഓക്കെ, നെക്സ്റ്റ് ന്യൂസ്.
ഓർഗനൈസേഷൻ ഓഫ് പെട്രോളിയം എക്സ്പോർട്ടിംഗ് കൺട്രീസ്, ഒപ്പെക് ആണ് ന്യൂസിൽ. എന്താണ് ന്യൂസ്? ദ റീസെൻറ്റ് അനൗൺസ്മെൻറ്റ് ഓഫ് ഓർഗനൈസേഷൻ ഓഫ് ദി പെട്രോളിയം എക്സ്പോർട്ടിംഗ് കൺട്രീസ്, ഒപ്പെക് പ്ലസ് കൺട്രീസ്, ടു കട്ട് oil production has raised concerns regarding the global oil markets and the India's energy security. Okay. എന്താണ് പറയുന്നത്? The Organization of the Petroleum Exporting Countries, OPEC, is a permanent intergovernment organization established at the Baghdad Conference in 1960 by the Iran, Iraq, Kuwait, Saudi Arabia and Venezuela. ഇതിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് എവിടെയാണ്? വിയന്ന, ഓസ്ട്രേലിയയിലാണ്. Objectives എന്തൊക്കെ? The OPEC aims to coordinate and unify petroleum policies among its members countries to ensure fair and stable prices for producers, provide an efficient and regular supply of petroleum to consumers, and deliver a fair return of investment for those involved in the industry എന്നുള്ളതാണ്. ഓക്കെ. ഇനി ഇതിൽ മെമ്പേഴ്സൊക്കെ ആരൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിലവിൽ 12 മെമ്പേഴ്സാണ്. ആരൊക്കെ? അൾജീരിയ, കോങ്കോ, ഇക്വറ്റോറിയൽ ഗുയാന, ഗാബോൺ, ഇറാൻ, ഇറാഖ്, കുവൈറ്റ്, ലിബിയ, നൈജീരിയ, സൗദി അറേബ്യ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് ആൻഡ് വെനിസ്വല. ഇനി ഖത്തർ ടെർമിനേറ്റഡ് ഇറ്റ്സ് മെമ്പർഷിപ്പ് ഫ്രം 1st January 2019. അംഗോള വിഡ്രോ ഇറ്റ്സ് മെമ്പർഷിപ്പ് ഫ്രം ഇഫക്റ്റീവ് 1st January 2024 ആണ്. ഇനി ഒപ്പെക് പ്ലസ് എന്താണ്? ഇൻ 2016, in reaction to declining the oil prices caused by surge in US shale oil production, OPEC formed alliance with 10 additional oil producing nations, leading to the establishment of OPEC plus ആണ്. OPEC പ്ലസിൽ നിലവിൽ 12 OPEC മെമ്പേഴ്സ് ഉണ്ട്. ആരുടെ കൂടാതെ? അസർബൈജാൻ, ബഹ്റൈൻ, ബുറൈനി, കസാക്കിസ്ഥാൻ, മലേഷ്യ, മെക്സിക്കോ, ഒമാൻ, റഷ്യ, സൗത്ത് സുഡാൻ ആൻഡ് സുഡാൻ. ഓക്കെ. ഇനി ഇന്ത്യസ് ഇമ്പോർട്ട് ഓഫ് ക്രൂഡ് ഓയിൽ ഒറിജിൻ കൺട്രി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിലവിൽ ഏറ്റവും കൂടുതൽ 41.48% നമ്മൾ എവിടെ നിന്നാണ് വാങ്ങിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നിലവിൽ എവിടെ നിന്നാണ്? അത് റഷ്യയിൽ നിന്നാണ്. അതുപോലെ 16.26% ഇറാഖ്, 8.34% സൗദി അറേബ്യ, 8.04% യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, 7.14% യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആണ്, 2.89% നൈജീരിയയാണ്, 2.68% കുവൈറ്റാണ്. ഏറ്റവും കുറവ് നമ്മൾ വാങ്ങുന്നത് 0.96% ഒമാനും, 1.41% വെനിസുലയിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? വാങ്ങുന്നതായിട്ട് കാണാൻ പറ്റുക. ആൻഡ് അതേഴ്സിൽ വരുന്നത് എത്രയാണ്? 10.78% ബാക്കിയുള്ള രാജ്യങ്ങളിൽ നിന്ന്. ഓക്കെ. നെക്സ്റ്റ് ന്യൂസ് എന്താണ്? നെക്സ്റ്റ് ന്യൂസ് എന്താണ്? 23rd Law Commission സെറ്റപ്പ്. ഓക്കെ. റീസെൻ്റ്ലി ദ മിനിസ്ട്രി ഓഫ് ലോ ആൻഡ് ജസ്റ്റിസ് സെറ്റപ്പ് ദ 23rd Law Commission for a 3-year term from the 1st September 2024 to 31st August 2027. ഓക്കെ. ഇതിൻ്റെ ഹിസ്റ്ററി ഓഫ് കമ്മീഷൻ എന്താ പറയുന്നത്? ദ ഫസ്റ്റ് ലോ കമ്മീഷൻ വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 1834. 1834 എന്ത് ചെയ്യുന്നത്? ആദ്യത്തെ ലോ കമ്മീഷൻ സ്ഥാപിതമാവുന്ന ഏത് നിയമത്തിൻ്റെ അണ്ടറിൽ? ചാർട്ടർ ആക്ട് ഓഫ് 1830 അണ്ടറിൽ നിയമം വരുന്നതായിട്ട് കാണാൻ പറ്റുക. ആൻഡ് it's recommended the codification on the Indian Penal Code and the Criminal Procedure Code ഭാഗമാണ്. Subsequently, the 2nd, 3rd and 4th Law Commission ഫോം ചെയ്യുന്നപ്പോഴൊക്കെയാണ് 1858, 1861, 1890, 1879. The Indian Code of Civil Procedure 1908, the Indian Contract Act 1872, the Indian Evidence Act 1872, the Transfer of Property Act 1882 were developed by first 4 law commissions എന്നുള്ള ഇതിൻ്റെ പ്രത്യേകതയാണ്. ലോ കമ്മീഷൻസിൻ്റെ പ്രത്യേകതയാണ്. ഇനി ഇവരുടെ ഫങ്ഷൻസ് എന്തൊക്കെയാണ്? റിവ്യൂ, റിപ്പീൽ ഓഫ് അബ്സല്യൂട്ട് ലോസ്. എന്താണ്? ഐഡൻറ്റിഫൈ ആൻഡ് റെക്കമെൻഡ് ദ റിപ്പീൽ ഓഫ് അബ്സല്യൂട്ട് ആൻഡ് ഇറവലൻറ്റ് ലോസ്. അതുപോലെ തന്നെ ലോസ് ആൻഡ് പ്രോവർട്ടി. എന്താണ്? എക്സാമിൻ ലോസ് ഇമ്പാക്റ്റിംഗ് ദ പൂർ ആൻഡ് കണ്ടക്ട് പോസ്റ്റ് ഓഡിറ്റ് ഓഫ് സോഷ്യോ എക്കോണമിക് ലെജിസ്ലേഷൻ. അതുപോലെ തന്നെ പർപ്പസ് ഓഫ് ന്യൂ ലോസ്. എന്താണ്? പർപ്പസ് ന്യൂ ലോസ് ടു ഇംപ്ലിമെൻറ്റ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ആൻഡ് അച്ചീവ് ദി പ്രിയാമ്പിൾസ് ഒബ്ജക്റ്റീവാണ്. അതുപോലെ തന്നെ ജുഡീഷ്യൽ അഡ്മിനിസ്ട്രേഷൻ ആണ്. എന്താണ്? റിവ്യൂ ആൻഡ് പ്രൊവൈഡ് റെക്കമെൻഡേഷൻസ് ഓൺ ദ ലോ ആൻഡ് ജുഡീഷ്യൽ അഡ്മിനിസ്ട്രേഷൻ ഇഷ്യൂസ് റെഫേർഡ് ബൈ ദി ഗവൺമെൻറ് എന്നുള്ളതും ഏതിൻ്റെ പ്രത്യേകതയാണ്? ഇതിൻ്റെ പ്രത്യേകതയാണ്. ആൻഡ് നെക്സ്റ്റ് ന്യൂസ് ആണ് എന്ത്? നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എനിമൽ ബയോടെക്നോളജി എന്നുള്ള പേരിൽ. എന്താണിത് ന്യൂസായി വരാനുള്ള കാരണം? The National Institute of Animal Biotechnology
NIAB is working on a number of initiatives for preservation and sustainable development of the livestock sector. Okay. എന്താണ് പറയുന്നത്? നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എനിമൽ ബയോടെക്നോളജി എന്നാണ് പറയുന്നത്. ദ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എനിമൽ ബയോടെക്നോളജി NIAB ഈസ് ആൻ ഓട്ടോണോമസ് ഇൻസ്റ്റിറ്റ്യൂട്ട് അണ്ടർ ദി ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ബയോടെക്നോളജി, മിനിസ്ട്രി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയാണ്. ഇനി NIAB എന്നാണ് ഈസ് എയിംഡ് ടു ഹാർനസ് നോവൽ ആൻഡ് എമേർജിംഗ് ബയോടെക്നോളജീസ് ആൻഡ് ടേക്ക് അപ്പ് റിസർച്ച് ഇൻ ദി കട്ടിംഗ് എഡ്ജ് ഏരിയാസ് ഫോർ ഇംപ്രൂവിംഗ് എനിമൽ ഹെൽത്ത് ആൻഡ് പ്രൊഡക്ടിവിറ്റിയാണ്. Its mission is development of a sustainable and globally competitive livestock industry through the innovative technology എന്നുള്ളതിൻ്റെ പ്രത്യേകതയാണ്. ആൻഡ് ദ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോക്കസ് ഓൺ റിസർച്ച് ഈസ് ഓൺ എനിമൽ ജെനറ്റിക്സ് ആൻഡ് ജിയോനോമിക്സ്, ട്രാൻസ്ജനിക് ടെക്നോളജി, റീപ്രൊഡക്റ്റീവ് ബയോടെക്നോളജി, ഇൻഫെക്ഷൻ ഡിസീസസ്, ബയോ ഇൻഫോർമാറ്റിക്സ് ആൻഡ് ന്യൂട്രീഷൻ എൻറിച്ച്മെൻ്റ് ഒക്കെയാണ്. ഓക്കെ. നെക്സ്റ്റ് വൺ ആണ് ഇനീഷ്യേറ്റീവ്സ് റിലേറ്റഡ് ടു ഹൗസ് ഹോൾഡ് സേവിങ്. ഇതെന്താണ് ന്യൂസിൽ വരാൻ കാരണം? റീസെൻ്റ്ലി ദ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ RBI ഡെപ്യൂട്ടി ഗവർണർ അറ്റ് ദ ഫൈനാൻസിംഗ് 3.0 സബ്മിറ്റ് ദ കൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രി highlighted that Indian households are rebuilding financial saving post-pandemic with the significant implications for the broader economy and financial system. ഇതുമായി ബന്ധപ്പെട്ട് വന്ന പ്രധാനപ്പെട്ട ഹൗസ് ഹോൾഡ് സേവിങ്സുമായി ബന്ധപ്പെട്ട് വന്ന പ്രധാനപ്പെട്ട സ്കീമുകൾ ഏതൊക്കെയാണ്, ഇനീഷ്യേറ്റീവ്സ് ഏതൊക്കെയാണ്? സുകന്യ സമൃദ്ധി അക്കൗണ്ട് സ്കീം, സീനിയർ സിറ്റിസൺ സേവിംഗ് സ്കീം, കിഷാൻ വികാസ് പത്ര സ്കീം, മഹിള സമ്മാൻ സേവിംഗ് സർട്ടിഫിക്കറ്റ്, എംപ്ലോയീസ് പ്രൊവിഡൻറ്റ് ഫണ്ട്, നാഷണൽ പെൻഷൻ സിസ്റ്റം NPS ആൻഡ് പബ്ലിക് പ്രൊവിഡൻറ്റ് ഫണ്ട് ആൻഡ് നാഷണൽ സേവിംഗ് സർട്ടിഫിക്കറ്റ്സ് ഒക്കെ എന്നാണ് ഇതിൻ്റെ ഭാഗമായി വന്നിട്ടുള്ളത്. നെക്സ്റ്റ് ന്യൂസാണ് എന്താണ്? ടീച്ചേഴ്സ് ഡേ 2024 എന്താണ്? റീസെൻ്റ്ലി ഇന്ത്യ സെലിബ്രേറ്റഡ് ടീച്ചേഴ്സ് ഡേ ഓൺ 5th September 2024, മാർക്കിംഗ് ദ ബർത്ത് ആനിവേഴ്സറി ഓഫ് ഡോക്ടർ സർവേപ്പള്ളി രാധാകൃഷ്ണൻ 1881975. ഇദ്ദേഹത്തിൻ്റെ ബർത്ത് എങ്ങനെയാണ്? തെലുങ്കു ഫാമിലിയിൽ തിരുനാട്ടി ടൗൺ ഓഫ് തമിഴ്നാടുമാണ് ജനിക്കുന്നത്. ഓൺ 5th September 188. ഇതിൻ്റെ അക്കാഡമിക് അച്ചീവ്മെൻറ്റ്സ് എന്തൊക്കെയാണ്? ഹി ഹെൽഡ് സെവറൽ പ്രസ്റ്റീജിയസ് പൊസിഷൻ ഇൻക്ലൂഡിംഗ് ദ King George V. Chair at Calcutta University 1921-32, the second Vice Chancellor of Andhra University from 1931 to 36, and the fourth Vice Chancellor from Banaras University from 1939 to 48. ഇനി പൊളിറ്റിക്കൽ കെയർ നോക്കുകയാണെങ്കിൽ എന്താണ്? ഇദ്ദേഹം ഫസ്റ്റ് വൈസ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ആയിരുന്നു 52 മുതൽ 62 വരെ, ആൻഡ് ലേറ്റർ സെക്കൻഡ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ആയിരുന്നു 1960 to 60 വരെ. ഫിലോസഫർ ആയിരുന്നു. ഹി ഈസ് വൈഡ്ലി അക്നോളജ്ഡ് ഇൻ ദ ഫിലോസഫിക്കൽ സർക്കിൾസ് ആസ് ബ്രിഡ്ജ് ബിൽഡർ ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് ദ വെസ്റ്റ് ആയിരുന്നു. ആൻഡ് റിക്കോഗ്നിഷൻ നോക്കുകയാണെങ്കിൽ എന്താണ്? ഇൻ 1954 ഹി വാസ് അവാർഡഡ് ദ കൺട്രീസ് ഹയസ്റ്റ് സിവിലിയൻ അവാർഡ് ഭാരത് രത്ന എന്നുള്ളമാരുടെ പ്രത്യേകതയാണ്, ഇദ്ദേഹത്തിൻ്റെ പ്രത്യേകതയാണ്. നെക്സ്റ്റ് വൺ ആണ് ഇത് ഇവോൾവിംഗ് മാരേജ് ഏജ് ലോസ്. എന്താണ് ന്യൂസിൽ വരാൻ കാരണം? റീസെൻ്റ്ലി ദ ഹിമാചൽ പ്രദേശ് അസംബ്ലി പാസ് ദ Prohibition of Child Marriage Himachal Pradesh Amendment Bill 2024, which aims to raise the minimum marriage age for women 18 to 21. ഇനി ഇതിൽ ഇവോൾവിംഗ് മാരേജ് ഏജ് എന്താണ്? ചൈൽഡ് മാരേജ് ഹാവ് ഡീപ്പ് റൂട്ട്സ് ഇൻ ദ ഇന്ത്യൻ സൊസൈറ്റി ഈവൻ ബിഫോർ കൊളോണിയലൈസേഷൻ. ദ ചൈൽഡ് മാരേജ് റെസ്ട്രിക്ഷൻ ആക്ട് ഓഫ് 1929 സെറ്റ് ദ ഏജ് ലിമിറ്റ് ഓഫ് 14 for girls and 18 for boys, but was effective due to low age limits. The act was amended in 1978 to increase the age limit to 18 for girls, 21 for boys, but still failed restrain marriage ages. And PCMA of 2006 എന്താണ് പറയുന്നത്? Child marriage from society. The act make child marriage is illegal, offers victim right protection and strengthen penalties for those who aid, apt, promote or solemnize such weddings എന്നുള്ളതാണ്. The legal age for marriage remained the same. And the Prohibition of Child Marriage Amendment Bill 2021 was introduced in Lok Sabha in December 2021 and referred to Standing Committee, which received multiple extensions ആണ്. നെക്സ്റ്റ് വൺ ആണ് ഇത് ലേസൺ സ്റ്റഡി ഓഫ് മൈക്രോന്യൂട്രൻറ്റ് ഇൻഅഡിക്വീസ്. എന്താണ് ന്യൂസ്? റീസെൻ്റ്ലി എ സ്റ്റഡി പബ്ലിഷ്ഡ് ഇൻ Leaken Global Health Highland, the global inequality micronuts
intake, particularly for iodine, vitamin E, tocopherol, calcium, iron, riboflavin, vitamin B2 and float vitamin B9 across the different regions and age groups ആണ്. ഓക്കെ, അതിൽ ഗ്ലോബൽ ഫൈൻഡിങ് എന്തൊക്കെയാണ്? ഇഡോൺ, വിക്ടിം ഇ, കാൽഷ്യം, അയൺ, റുബിലിയൻ, ഫ്ലോട്ട് വിക്ടിം സി ആണ്. ആൻഡ് ഓവർ 5 million people വേൾഡ് വൈഡ് ഹാവ് ഇന്നാഡിക്വേറ്റ് ഇൻടേക്സ് ആണ്. ആൻഡ് അയൺ ആണെങ്കിൽ മോർ ദാൻ 4 billion people ഹാവ് ഇൻസഫിഷ്യൻറ്റ് ഇൻടേക്സ് ആണ്. ജെൻഡർ ഡിഫറൻസസിൽ ഐഡിയോൺ, വിക്ടിം B21, അയൺ, സീലിയം, കാൽഷ്യം, റിബോയൻ, ഫ്ലോട്ട് എന്താണ്? വുമൺ ഹാവ് ഹയർ ഇൻഇക്വാലിറ്റീസ് ആണ്. മാംഗനീഷ്യം, വിറ്റാമിൻ B6, സിങ്ക്, വിറ്റാമിൻ സി, വിറ്റാമിൻ എ, തലൈമാൻ, നിക്കോളിൻ എന്താണ്? മെൻ ഹാവ് ഹയർ ഇൻഇക്വാലിറ്റീസ് ആണ്. ആൻഡ് ഇന്ത്യ സ്പെസിഫിക് ഫൈൻഡൊക്കെ എന്താണ്? റിബോഫ്ലേവിൻ, ഫ്ലോയേറ്റ്, വിറ്റാമിൻ B6, വിറ്റാമിൻ B12 എന്താണ്? ഇന്ത്യ എക്സ്പീരിയൻസസ് ഹൈ ലെവൽസ് ഓഫ് ഇൻഇക്വാലിറ്റീസ് ഇൻ ദീസ് ന്യൂട്രീഷൻസ് ആണ്. ഓക്കെ, നെക്സ്റ്റ് ന്യൂസ് ആണ് 199th ബർത്ത് ആനിവേഴ്സറി ഓഫ് ദാദാഭായ് നവറോജി. ന്യൂസ് എന്താ? റീസെൻ്റ്ലി 199th ബർത്ത് ആനിവേഴ്സറി ഓഫ് ദാദാഭായ് നവറോജി വാസ് ഒബ്സർവ്ഡ് ഓൺ 14th September 2024. He is also known as the Grand Old Man of India. ഇനി ഇദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻ നോക്കുകയാണെങ്കിൽ അദ്ദേഹം ബ്രിട്ടീഷ് എം പി ആയിരുന്നു. എന്നാണ് ഹി സെർവ്ഡ് ആസ് ദ ഫസ്റ്റ് ഇന്ത്യൻ മെമ്പർ ഓഫ് ബ്രിട്ടീഷ് പാർലമെൻ്റ് ആണ്. ഇൻ 1982 ഹി വോൺ ഫ്രം ദ സെൻട്രൽ ഫൈൻബർസറി സീറ്റ് ഓഫ് ലിബറൽ പാർട്ടി കാൻഡിഡേറ്റ് ആണ്. ഇനി എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് ഓർഗനൈസേഷൻസ് ഇൻ ഇംഗ്ലണ്ട് ആണ്. ഇൻ 1865 നവറോജി co-founded the London Indian Society and 1866 he established the East India Association ആണ്. ആൻഡ് കോൺഗ്രസ് പ്രസിഡൻ്റ് ആയിരുന്നു അദ്ദേഹം. ഏതൊക്കെ സമയത്ത് കോൺഗ്രസ് പ്രസിഡൻ്റ് ആയിട്ടുണ്ട്? 1886 കൽക്കട്ട, 1893 ലാഹോർ, 1906 എന്താണ്? കൽക്കട്ട. ഇനി ഇദ്ദേഹത്തിൻ്റെ ലിറ്ററേച്ചർ വർക്ക് നോക്കുകയാണെങ്കിൽ എന്താണ്? 1867 ഡ്രെയിൻ ഫിഗറാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയത്. അതുപോലെ തന്നെ എന്താണ്? അദ്ദേഹം പോവേർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾഡ് ഇന്ത്യ എന്നുള്ള ബുക്ക് എപ്പോൾ പബ്ലിഷ് ചെയ്യുന്നുണ്ട്? 1901 പബ്ലിഷ് ചെയ്തതായി കാണാൻ പറ്റും. നെക്സ്റ്റ് ന്യൂസ് ആണ് എന്ത്? നാഷൻ വൈഡ് ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് ഇലക്ട്രോണിക് ചലാൻ സിസ്റ്റം. എന്താണ് ന്യൂസ്? റീസെൻ്റ്ലി ദ സ്ട്രെസ്ഡ് അർജൻറ്റ് നീഡ് ഫോർ ദ സ്ട്രിക്റ്റർ റോഡ് ഡിസിപ്ലിൻ എൻഫോഴ്സ്മെൻറ്റ് യൂസിംഗ് ദ ഇലക്ട്രോണിക് മോണിറ്ററിംഗ് ഡിവൈസസ് ലൈക്ക് സ്പീഡ് ക്യാമറാസ്, CCTV ആൻഡ് സ്പീഡ് ഗൺസ്. ഇറ്റ് ഡയറക്റ്റഡ് ഓൾ സ്റ്റേറ്റ് ആൻഡ് യൂണിയൻ ടെറിട്ടറി implemented the legal provision mandating the use of such technology for road safety on highway and urban roads ആണ്. ഓക്കെ, ഇനി എന്താണ് പറയുന്നത്? 136A of the Motor Vehicles Act 1988 which was introduced through an amendment in 2019 ആണ്. ഇറ്റ് മാൻഡേറ്റ് ഇലക്ട്രോണിക് മോണിറ്ററിംഗ് ഫോർ റോഡ് സേഫ്റ്റി ആണ് ഇതിൽ പറയുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക? നമുക്ക് കാണാൻ സാധിക്കാം. The court decided monitor compliances or organizing the states into groups and specifically singled that government Delhi, West Bengal, Maharashtra, Tamil Nadu, Karnataka and Kerala, directing them to report adherence to section 136A. And it court also directed state government to ensure compliance with rule 167A of the Central Motor Vehicles Act rules 1989. And this rule outlined that guidelines for using electronic enforcement devices to issue the challans for the various traffic violations such as overspeeding, unauthorized parking and not wearing protective gear. Next one is procurement of aero engines for Zu M30 MKI aircraft. Recently, the Cabinet Committee on Security CCSS approval of the procurement of 240 aero engines AL31FE for Su-30 MKI aircraft, one of the most powerful and strategically significant fleet of the Indian Air Force. Okay. എന്താണ് പറയുന്നത്? These aero engines will ensure sustainable operations. Su-30 പ്രത്യേകതയാണ്. അതുപോലെ തന്നെ എന്താണ്? It will be procured under by Indian category from Hindustan Aeronautics Limited ആണ് ഇത് ബൈ ചെയ്യുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക? നമുക്ക് കാണാൻ പറ്റുക. The Indian engines designed, developed and manufactured 50% of indigenous content ആണ്, IC ആണ്, and 60% of it total contract value not indigenously designed or developed ആണ്. അതുപോലെ തന്നെ എഞ്ചിനിൽ എന്താണ് ഞാൻ പറഞ്ഞ പോലെ ഇൻഡിജിനസ് കണ്ടന്റ് ആണ് 54%. IF കറൻ്റ്ലി എന്താണ് 259
30 മിക്കി ഫൈറ്റേഴ്സ് ഉണ്ട്. സ്യൂ മിക്കി എന്ന് പറയുന്നതാണ് ഒരു മൾട്ടി കോർ കോമ്പാക്ട് ഫൈറ്റർ എയർക്രാഫ്റ്റ് ആണ്. ജോയിൻ്റ്ലി ഡെവലപ്പ് ചെയ്യുന്ന ആരാണ്? സുഖോയ് ഡിസൈൻ ബ്യൂറോ, റഷ്യൻ എയറോനോട്ടിക്സ് കമ്പനിയും HAL ഇതാണ് ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ. ഓക്കെ. ആൻഡ് CCS ഈസ് ഹെഡഡ് ബൈ ദ പ്രൈം മിനിസ്റ്റർ ആണ്. അതർ മെമ്പേഴ്സ് ഇൻക്ലൂഡിങ് ഫോർ ഫൈനാൻസ്, ഡിഫൻസ്, ഹോം ആൻഡ് എക്സ്റ്റേണൽ അഫയേഴ്സ് ആണ്. മേജർ ഡിസിഷൻ ഓൺ സിഗ്നിഫിക്കൻ്റ് അപ്പോയിൻമെൻറ്റ് ആരൊക്കെയാണ്? നാഷണൽ സെക്യൂരിറ്റി ഇഷ്യൂസ്, ഡിഫൻസ് എക്സ്പെൻഡിച്ചർ ഒക്കെ ഏതാണ്? CCS ആണ്. ക്ലിയർ? അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എന്താണ് ഈ ആഴ്ചത്തെ കറണ്ട് അഫെയർ നമുക്ക് എന്ത് ചെയ്യാനുള്ള നോക്കാം. ഓക്കെ, താങ്ക് യു.